ഹായ് ഡിഫൻസ് ആസ്പിരൻസ്, ജോയിൻ ഇന്ത്യ ഫോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെന്റിന് പോകുന്ന ARO ട്രിവാൻഡ്രം ആണെന്നുണ്ടെങ്കിലും അടുത്ത ഉടനെ തന്നെ വരുന്ന ARO കാലിക്കറ്റിലാണെന്നുണ്ടെങ്കിലും പോകുന്ന കാൻഡിഡേറ്റ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്തിരുന്നു, ഈ ഒരു ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദമായി പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഇതിനകത്ത് ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഏതൊരു ഡോക്യുമെന്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ആ ഒരു ഡോക്യുമെന്റിന്റെ കോപ്പി, സെറോക്സ് കോപ്പി, ഫോട്ടോ സ്റ്റേറ്റ് രണ്ടെണ്ണം അത് കമ്പൽസറി ആണ്. ഈ ഒരു കോപ്പി എന്ന് പറയുന്നത് ഏത് ഡോക്യുമെന്റ് ആണ് കൊണ്ടുപോകുന്നത് അതിന്റെ എല്ലാത്തിൻ്റെയും. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് പറയുന്ന അഡ്മിറ്റ് കാർഡ്. ഈ ഒരു അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിറ്റ് കാർഡ് ലേസർ പ്രിന്റ് ഔട്ട് തന്നെ വേണം. കളർ ലേസർ പ്രിന്റ് ഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് സാധാരണ പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് പോയത് പറഞ്ഞ് ലേസർ പ്രിന്റ് ഔട്ട് തന്നെ എടുക്കണം. അതാണെന്നുണ്ടെങ്കിലും മടക്കി കൊണ്ടൊന്നും പോകരുത്. റാലിക്ക് മുമ്പ് ഒരു ഫയലിനകത്ത് സേഫ് ആയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ഫോട്ടോസ്. നമ്മുടെ ഫോട്ടോസ് 20 ഫോട്ടോസ് ആണ് വേണ്ടത്. ഈ ഒരു 20 ഫോട്ടോസ് എന്ന് പറയുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം. നമ്മുടെ ഫിസിക്കൽ കഴിഞ്ഞിട്ടാണ് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ആവശ്യമാണെങ്കിൽ പോലും നമ്മൾ റാലിക്ക് പോകുന്ന ദിവസം ഇതൊക്കെ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ്സിന്റെ സമയത്ത് 20 ഫോട്ടോ അത് കമ്പൽസറി ആണ്. 20 ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അത് ഓർക്കണം, അത് കൊണ്ടുപോകണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത് വരുന്നതാണ് എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ്. എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സിനകത്ത് വരുന്നത് 10th 12th അതുപോലെ ഗ്രാജുവേഷൻ. ഈ ഒരു ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് എക്സെപ്ഷൻ ആണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രേഡ്സ്മാൻ പോസ്റ്റിലോ GD പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 10th സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നിക്കൽ ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ 12th. അപ്പോൾ ഏജിന്റെ കാര്യങ്ങളും നമ്മുടെ ഏജ് നോക്കുന്നതും ഈ ഒരു 10th സർട്ടിഫിക്കറ്റ് വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 10th സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 12th സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഒറിജിനൽ എന്തായാലും കൊണ്ടുപോകണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഒരു 10th സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 12th. അടുത്ത അഞ്ചാമത് പറയുന്നത് ഈ ഒരു ഡൊമിസിലും നേറ്റിവിറ്റി ആണ്. ഡൊമിസിലും നേറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫ് ഉള്ളതാണ് വേണ്ടത്. അക്ഷയയിലല്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ താലൂക്കിൽ നിന്ന് മേടിക്കേണ്ട ഡൊമിസിലും നേറ്റിവിറ്റി ആണ്. അതാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ വെച്ചുള്ളതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ ഒരു ഡൊമിസിൽ നേറ്റിവിറ്റിയും എടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഇതൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് എങ്ങനെ എടുക്കണം, അതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്നുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ അടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ ഉള്ള നേറ്റിവിറ്റിയും ഡൊമിസിലുമാണ് വേണ്ടത്, അതും വേണം. അടുത്ത് പറയുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതാണെന്നുണ്ടെങ്കിലും ഫോട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്തും ഫോട്ടോ വേണം. പിന്നെ പറയുന്നതാണ് ഈ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഈ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ 12th പഠിക്കുന്ന ഒരാൾ 10th പോസ്റ്റിലേക്ക് GDO ട്രേഡ്സ്മാനോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ല. +2 കഴിഞ്ഞ് ഇപ്പോൾ കോളേജിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവർ സ്കൂളിലുള്ള 12th പാസ്സായപ്പോൾ ഉള്ള ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അത് മതി. കോളേജോ സെക്കൻഡ് ഇയറോ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ കോളേജിൽ നിന്നുള്ളത് മേടിക്കണം. കാര്യം ഈ ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 6 മാസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ കോളേജിൽ നിന്ന്, സ്കൂളിൽ നിന്ന് ഇപ്പം പാസ് ഔട്ട് ആയതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 6 മാസം ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാം. എന്നാലും നിങ്ങൾ കോളേജിലാണെന്നുണ്ടെങ്കിൽ ബെറ്റർ കോളേജിലെ പ്രിൻസിപ്പാളിൻ്റെ നിന്ന് ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും വില്ലേജ് സർപഞ്ചിൽ നിന്നും, അതുപോലെ തന്നെ വേറൊരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് ആണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അടുത്ത വീഡിയോയ്ക്കകത്ത് അത് ഞാൻ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാം, എങ്ങനെ അത് എടുക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച്. അടുത്ത് ഈ ഒരു അൺവാലിഡ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം.
ഈ ഒരു അൺമാരീഡ് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നേറ്റിവിറ്റിയും കമ്മ്യൂണിറ്റി എടുക്കാൻ നമ്മൾ പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസിൽ പോകണം. ആ ഒരു സമയത്ത് ഈ ഒരു അൺമാരീഡ് സർട്ടിഫിക്കറ്റിൻ്റെയും അപേക്ഷ അവിടെ കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് താലൂക്കിൽ നിന്നും ഇതും നമുക്ക് ഫോട്ടോ ഒട്ടിച്ച് തഹസിൽദാറിൻ്റെ സൈനോട് കൂടി നമുക്ക് ഈ ഒരു അൺമാരീഡ് സർട്ടിഫിക്കറ്റും കിട്ടും. പിന്നെ ഈ 10 പറയുന്ന റിലേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആർമിയിൽ ഫാദറോ ബ്രദറോ സർവീസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിട്ടയർഡ് ആയവരെ മക്കൾക്ക് റാലിക്ക് പോകുമ്പോൾ മാത്രമുള്ളതാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ള കാര്യമല്ല, എക്സെപ്ഷണലാണ്. അപ്പോൾ അത് ആർമിയിൽ സർവീസിലോ റിട്ടയർഡ് ആയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമുള്ളതാണ് ഈ ഒരു റിലേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു സ്പോർട്സ് ഒക്കെയാണ്. സ്പോർട്സിൻ്റെ കാര്യം ഇതിൽ കൊടുക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് സ്പോർട്സിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ മാർക്കുണ്ട്. 2 വർഷത്തെ വാലിഡിറ്റിയാണ് സ്പോർട്സിന് അവർ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നാഷണൽ ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ ഫസ്റ്റ് സെക്കൻഡോ പൊസിഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടും. ഇപ്പോൾ അടുത്ത് ഈ ഒരു അഫിഡവിറ്റിൻ്റെ കാര്യമാണ് 12ാമത്. ഈ ഒരു അഫിഡവിറ്റ് എങ്ങനെയാണ്, അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റ്, അഫിഡവിറ്റ് എങ്ങനെ എടുക്കാം, അഫിഡവിറ്റിനകത്ത് നോട്ടറി സൈനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എത്ര വരെ മുദ്രപത്രത്തിൽ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോക്കകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാം. പിന്നെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ റാലിക്ക് പോകുന്ന സമയത്ത് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഈ 3 കാര്യങ്ങൾ എടുത്തു വച്ചിരിക്കുക. ആധാർ കാർഡ് നിങ്ങൾ റാലിക്ക് പോകുമ്പോൾ എന്തായാലും കൊണ്ടുപോകണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പാൻ കാർഡ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിസിക്കൽ കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഡോക്യുമെൻറ്റേഷൻ നടത്തും, മെഡിക്കൽ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്തും ഈ ഒരു ഡോക്യുമെൻ്റ് ആവശ്യം വരും. അപ്പോൾ ഈ ഒരു അഫിഡവിറ്റിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഈ ഒരു നേറ്റിവിറ്റി അതുപോലെ തന്നെ നമ്മുടെ അൺമാരീഡ് സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം, അതിനകത്ത് വ്യക്തമായി പറഞ്ഞിരിക്കാം. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ഞാൻ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്ത് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം, ഞാൻ അതിന് ഉത്തരം പറയുന്നതായിരിക്കും.